ഹായ് ഹലോ ഫ്രണ്ട്സ്, ടോക്ക് ഓൺലി PSCയുടെ മറ്റൊരു ക്ലാസ്സുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ടോപ്പിക് വൈസ് സെറ്റ് ചെയ്തിട്ട് അതിന്റെ ക്ലാസ്സസ് കൂടി അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലത്തെ ഫസ്റ്റത്തെ മലയാളം ടോപ്പിക്കാണ് വചനം. വചനം എന്നുള്ള ആദ്യത്തെ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വചനത്തിന്റെ ക്ലാസ് നമ്മൾ ഇതിന്റെ മുമ്പ് എന്റെ ഈ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് വോയിസ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഒന്നും കൂടി ക്ലിയർ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വചനം അപ്ലോഡ് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വചനം. അതായത് ഒരു അരമണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഇത് അരമണിക്കൂർ വേണ്ട, ഒരു 15 മിനിറ്റ് കൊണ്ട് ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിക്കാം, 1 മാർക്ക് ഉറപ്പിക്കുകയും ചെയ്യാം. അപ്പൊ നമ്മൾ വചനത്തിലേക്ക് നേരിട്ട് കടക്കാൻ പോവാണ്. എന്താണ് വചനം? വചനം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ഓർമ്മ വരുന്നത്? വചനം എന്ന് പറഞ്ഞാൽ നമ്മള് ഏകവചനം, ബഹുവചനം അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ വചനം എന്ന് പറഞ്ഞാൽ എന്താണ്? നാമം ഒന്നോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലോ എന്ന് സൂചിപ്പിക്കുന്നതാണ് വചനം. ക്ലിയർ ആയോ? അതായത് ഒരു വസ്തു ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് നാമത്തിൽ വരുത്തുന്ന രൂപഭേദകമാണ് വചനം. നാമത്തിൽ വരുത്തുന്ന രൂപഭേദകമാണ് വചനം. ക്ലിയർ? അതായത് ഒരു വസ്തു ഒന്നോ അതിലധികമോ എന്ന് കാണിക്കുന്നതിനായിട്ട് നാമത്തിൽ വരുത്തുന്ന രൂപഭേദകമാണ് എന്ത്? വചനം എന്ന് പറയുന്നത്. വളരെ വ്യക്തമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ദെൻ അപ്പോ ഒന്നിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ഉപയോഗിക്കുക? ഏകവചനം. അതായത് ഒരെണ്ണം ഉള്ളൂവെങ്കിൽ നമ്മൾ അതിനെ ഏകവചനം എന്നാണ് പറയുക അല്ലെ. എല്ലാവർക്കും അറിയുന്നതാണ്. ഇനി ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ബഹുവചനം എന്നാണ് പറയാ. ഇത്രയും ഭാഗം ക്ലിയർ അല്ലേ? നാമം ഒന്നോ ഒന്നിൽ കൂടുതലോ എന്ന് സൂചിപ്പിക്കുന്നതാണ് വചനം. ഒന്നിനെ സൂചിപ്പിക്കുന്ന നാമരൂപമാണ് ഏകവചനം. ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അതിനെ സൂചിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കും? ബഹുവചനം ഉപയോഗിക്കും. എന്നാൽ നമ്മൾ സംസ്കൃതത്തിലേക്ക് വരികയാണെന്ന് വിചാരിക്കൂ. സംസ്കൃത ഭാഷയിലേക്ക് വരുമ്പോ അവിടെ എന്താ അവസ്ഥ? അവിടെ വചനം എന്ന് പറയുന്നത് 3 തരത്തിലുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മൾ ഏകവചനം, ബഹുവചനം എന്ന് പറഞ്ഞു, 2 വചനങ്ങളാണ് പറഞ്ഞത്. പക്ഷെ സംസ്കൃതത്തിലേക്ക് വരുമ്പോ 3 തരത്തിലുണ്ട്. ഒന്ന് ഏകവചനം. ക്ലിയർ ആയോ? ഒന്ന് ഏകവചനം. രണ്ടാമത്തായിട്ട് വരുന്നത് ദ്വിവചനം. മൂന്നാമതായിട്ട് വരുന്നത് ബഹുവചനം. ഓക്കെ, അപ്പോ ഏകവചനം, ദ്വിവചനം, ബഹുവചനം, ഈ 3 വചനങ്ങളാണ് എന്തിലുള്ളത്? സംസ്കൃതത്തിലുള്ളത് എന്ന് മനസ്സിലാക്കി വെക്കുക. എന്നാൽ ദ്രാവിഡ ഭാഷകളിൽ എന്തില്ല? ദ്രാവിഡ ഭാഷകളിൽ ഈ ദ്വിവചനം എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഇല്ല. ക്ലിയർ? ദ്രാവിഡ ഭാഷകളില് ദ്വിവചനം ഇല്ല. ഇനി ഒന്നിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഏകവചനം ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. ഒന്നിലധികം എണ്ണത്തെ കാണിക്കാനാണ് ബഹുവചനം ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ശബ്ദത്തിന്റെ മേൽ ചേർക്കുന്ന ബഹുവചന പ്രത്യയങ്ങൾ ചേർത്താണ്. അതായത് ശബ്ദത്തിനു മേലെ ബഹുവചന പ്രത്യയങ്ങൾ ചേർത്തിട്ടാണ് ബഹുവചനങ്ങൾ ഉണ്ടാക്കുന്നത്. അതായത് ഇപ്പൊ നോക്കൂ, അമ്മ. അപ്പോ ഇവിടെ അമ്മമാർ, അതായത് ഇതിന്റെ കൂടെ മാർ എന്ന് ചേർത്തു. കുട്ടി, കുട്ടികൾ, അപ്പൊ കൾ എന്ന് ചേർത്തു. ബാലൻ, ബാലന്മാർ, അപ്പൊ എന്ത് ചെയ്തു? മാർ എന്ന് ചേർത്തു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ശബ്ദത്തിനു മേലെ ബഹുവചന പ്രത്യയങ്ങള് ചേർത്തിട്ടാണ് ബഹുവചനം ഉണ്ടാക്കുന്നത്. ബഹുവചന പ്രത്യയങ്ങളാണ് കള്ളും മാറും എന്ന് ഓർത്തു വെക്കുക. ക്ലിയർ ആയല്ലോ? ബഹുവചന പ്രത്യയങ്ങളാണ് കള്ളും മാറും എന്നൊക്കെ ഓർത്തു വെക്കുക. ഈ ബഹുവചന പ്രത്യയങ്ങൾ ശബ്ദത്തിന്റെ മുകളിൽ ചേർത്തിട്ടാണ് എന്തുണ്ടാക്കുന്നത്? ബഹുവചനം ഉണ്ടാക്കുന്നത് എന്നും മനസ്സിലാക്കി വെക്കുക. ഇനി എക്സാമ്പിൾ നോക്കൂ. അമ്മ ഏകവചനം, ബഹുവചനാവുമ്പോ അമ്മമാർ, കുട്ടി, കുട്ടികൾ, ബാലൻ, ബാലന്മാർ, നീ, നിങ്ങൾ. നീ പുസ്തകമാണെന്ന് വിചാരിക്കൂ. പുസ്തകത്തിന്റെ ബഹുവചനം എന്താണ്? പുസ്തകങ്ങൾ അല്ലെ. അപ്പൊ എൾ ചേർത്തു. ദെൻ പുരുഷൻ, പുരുഷന്റെ ബഹുവചനം എന്താണ്? പുരുഷനാവുമ്പോ പുരുഷന്മാർ അല്ലെ. അപ്പൊ മാറാണ് അവിടെ ചേർത്തത്. ക്ലിയർ? ഇനി സ്ത്രീ ആണെങ്കിലോ? സ്ത്രീ ആവുമ്പോ സ്ത്രീകൾ, അതല്ലേ ബഹുവചനം വരിക? കൾ ചേർത്തു. ദെൻ അമ്മ നമ്മൾ കണ്ടു. മരം, മരമാണെങ്കിലോ? മരമാണെങ്കിൽ മരങ്ങൾ. മനുഷ്യനാണെങ്കിലോ? മനുഷ്യൻ, മനുഷ്യനാവുമ്പോ മനുഷ്യന്മാർ. ക്ലിയർ ആയല്ലോ? അതായത് ഏകവചനും ബഹുവചനും. ദ്രാവിഡ ഭാഷകളിലെ ബഹുവചനും ഏകവചനേ ഉള്ളൂ.
സംസ്കൃതത്തിലാണ് ദ്വിവചനം ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ ഏകവചനവും ബഹുവചനവും ആണ് പഠിക്കുന്നത്. അതിൽ ഏകവചനവും ബഹുവചനത്തിന്റെയും എക്സാമ്പിൾസ് ആണ് നമ്മളിപ്പോ ഈ കണ്ടതും എഴുതിയതും എല്ലാം. ഇത്രയും ഭാഗം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ബഹുവചനത്തിനെ ഒന്നും കൂടി വിശദമായിട്ട് പഠിക്കാൻ പോവാട്ടോ. നമ്മൾ ഏതിനെ? ബഹുവചനം. ഏകവചനം എല്ലാവർക്കും മനസ്സിലായി, ബഹുവചനം എല്ലാവർക്കും മനസ്സിലായി. പക്ഷെ ബഹുവചനത്തിൽ ഇനിയും ഡിവിഷൻസുകൾ വരുന്നുണ്ട്. അതായത് ബഹുവചനം 3 തരത്തിൽ, 3 വിഭാഗങ്ങളാണ് ബഹുവചനത്തിനുള്ളത്. എത്ര വിഭാഗങ്ങളാണ്? 3 വിഭാഗങ്ങളാണ് ബഹുവചനത്തിനുള്ളത്. സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, അതുപോലെ തന്നെ പൂജക ബഹുവചനം. ഏതൊക്കെയാണ്? സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, പൂജക ബഹുവചനം. ക്ലിയർ ആയല്ലോ? അപ്പൊ നോക്കാം, ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോന്ന് എടുത്ത് പഠിക്കാൻ പോവാണ്. എന്താണ് സലിംഗ ബഹുവചനം? കേട്ടാൽ തന്നെ ഉണ്ടല്ലേ, സലിംഗം എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ കിടക്കുന്നുണ്ട്. അതായത് ലിംഗവ്യത്യാസം കൂടി സൂചിപ്പിക്കുന്ന ബഹുവചനമാണ് സലിംഗ ബഹുവചനം. എന്താണ്? ലിംഗവ്യത്യാസത്തെ കൂടി സൂചിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ലിംഗവ്യത്യാസത്തെ കൂടി അവിടെ പരിഗണിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ബഹുവചനത്തിനെയാണ് നമ്മൾ എന്ത്? സലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. അതായത് സ്ത്രീലിംഗാണോ, അല്ലെങ്കിൽ പുല്ലിംഗാണോ, അല്ലെങ്കിൽ അത് നപുംസക ലിംഗങ്ങളിൽ ഏതെങ്കിലും ആണോ? അതായത് സ്ത്രീ, പുരുഷ, നപുംസക ലിംഗങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ ബഹുത്വത്തെ കാണിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും? സലിംഗ ബഹുവചനം എന്ന് പറയും. എക്സാമ്പിളിലേക്ക് പോവുകയാണെങ്കിൽ അമ്മമാർ, അല്ലെ? അപ്പൊ അത് സ്ത്രീ, അമ്മ എന്ന് പറഞ്ഞാൽ സ്ത്രീയാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി അമ്മമാർ എന്ന് കണ്ടാല് അത് സ്ത്രീലിംഗത്തിൽ വരുന്നതാണ്, അതിന്റെ ബഹുത്വത്തെയാണ് കാണിക്കുന്നത്. സഹോദരന്മാർ, അപ്പൊ നമുക്ക് മനസ്സിലായി സഹോദരന്മാർ എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളാണ്, അല്ലെ? അപ്പൊ അത് പുരുഷലിംഗത്തിന്റെ ബഹുത്വത്തെയാണ് കാണിക്കുന്നത്. അധ്യാപകന്മാർ, ക്ലിയർ അല്ലേ? അധ്യാപികമാർ, അതൊക്കെ നമുക്ക് ലിംഗം മനസ്സിലാവണില്ലേ? അപ്പൊ അങ്ങനെ കാണിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ധാരാളം എക്സാമ്പിൾ എഴുതാട്ടോ. അതായത് ആൺകുട്ടികൾ, ആൺകുട്ടികൾ എന്ന് കണ്ടാൽ നമുക്ക് ഏത് ലിംഗാന്ന് മനസ്സിലാവില്ലേ? അപ്പൊ നമുക്ക് പെൺകുട്ടികളെ എഴുതാം, അല്ലെ? എന്താണ്? പെൺകുട്ടികൾ. പിന്നെയോ പൂങ്കോഴികൾ, പൂങ്കോഴി എന്ന് പറഞ്ഞാൽ എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പൂങ്കോഴികൾ. ദെൻ ഭാര്യമാർ, അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഏതാണ് ലിംഗം പ്രത്യേകം മനസ്സിലാക്കാം, അല്ലെ? ഭാര്യമാർ. പിന്നെയോ നദികൾ, നദികൾ. പിന്നെയോ മലകൾ, ക്ലിയർ. പിടിയാനകൾ, ഏതാണ്? പിടിയാനകൾ. ഇതൊക്കെ അതിന്റെ ബഹുത്വത്തെ. ഗായികമാർ, ഗായികമാർ. ഇനിയും എഴുതാം. ധീരന്മാർ, എഴുതിക്കൂടെ? മിടുക്കന്മാർ, ക്ലിയർ. പശുക്കൾ, പശുക്കൾ എഴുതിക്കൂടെ? പശുക്കൾ. പിന്നെയോ കൂട്ടുകാരികൾ, കൂട്ടുകാരികൾ. നദികൾ, പുഴകൾ, മലകൾ. നദികൾ, മലകള്, അതുപോലെ തന്നെ പുഴകൾ, മരങ്ങൾ. പിന്നെയോ പുൽമേടുകൾ. എല്ലാത്തിനും എക്സാമ്പിൾ വന്നില്ല. അതായത് സ്ത്രീ, പുരുഷ, നപുംസക ലിംഗങ്ങളില് ഏതെങ്കിലും ഒന്നിന്റെ ബഹുത്വത്തെ കാണിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാം? സലിംഗ ബഹുവചനം എന്ന് പറയാം. അപ്പൊ സലിംഗ ബഹുവചനത്തിന് ഇനിയും നിങ്ങൾക്ക് ആലോചിച്ച് നോക്കുക എന്തൊക്കെ പറയാൻ പറ്റുന്ന. ഇത്രയാണ് സലിംഗ ബഹുവചനത്തിൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇതിൽ കൂടുതലൊന്നും ഇതിനകത്ത് നമുക്ക് പറയേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ അടുത്ത ബഹുവചനത്തിലേക്ക് കടക്കാം, അല്ലെ? അപ്പൊ സലിംഗ ബഹുവചനം എല്ലാവർക്കും മനസ്സിലായില്ലേ? നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അലിംഗ ബഹുവചനാണ് കേട്ടോ. അലിംഗ ബഹുവചനത്തിൽ എന്തൊക്കെയാ പഠിക്കാനുള്ളത്? അലിംഗം എന്ന് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതായത് സ്ത്രീ പുരുഷ വ്യത്യാസം കുറിക്കാത്തവയാണ് എന്ത്? അലിംഗ ബഹുവചനം. അതായത് സ്ത്രീ പുരുഷന്മാർ ഒരുമിച്ചിട്ടുള്ള ബഹുത്വത്തെ സൂചിപ്പിക്കുന്നതാണ് എന്ത്? അലിംഗ ബഹുവചനം എന്ന് പറയുന്നത്. പുല്ലിംഗവും സ്ത്രീലിംഗവും ചേർന്ന് അവയ്ക്ക് പൊതുവെയുള്ള ബഹുത്വത്തെ, അതായത് സ്ത്രീലിംഗം അതുപോലെ തന്നെ പുല്ലിംഗം, ഇത് രണ്ടും കൂടി ചേർന്നിട്ട് അവയ്ക്ക് പൊതുവെയുള്ള ബഹുത്വത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? അലിംഗ ബഹുവചനം. അവിടെ നമുക്ക് കാണുമ്പോൾ അത് എന്ത് ലിംഗാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഓക്കെ, ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ എക്സാമ്പിൾസ് നോക്കൂ. ഏതൊക്കെയാ വരുന്നത്? മനുഷ്യൻ, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സ്ത്രീയും വരാം പുരുഷനും വരാം, അല്ലെ? ജനങ്ങൾ വന്നൂടെ?
ബന്ധുക്കൾ, കുട്ടികൾ, ശ്രോതാക്കൾ, അധ്യാപകർ. നോക്കൂ, സലിംഗത്തിലാവുമ്പോ നമ്മൾ അധ്യാപകർക്ക് പകരം അധ്യാപികമാർ, അതുപോലെ തന്നെ അധ്യാപകന്മാർ എന്ന് പറഞ്ഞു. കുട്ടികൾക്ക് പകരം ആൺകുട്ടികൾ, പെൺകുട്ടികൾ എന്ന് സെപ്പറേറ്റ് ചെയ്ത് പറഞ്ഞു അല്ലെ. അപ്പോ മനുഷ്യന്മാർക്ക് പകരം അങ്ങനെ, അതായത് സ്ത്രീകൾ, പുരുഷന്മാർ അങ്ങനെ സെപ്പറേറ്റ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് തരുന്ന ബഹുവചനത്തില് നോക്കുമ്പോൾ നമുക്കത് സ്ത്രീയാണോ പുരുഷനാണോ എന്ന് വേർതിരിച്ച് പറയാൻ പറ്റില്ല. ക്ലിയർ ആയല്ലോ? ഇപ്പൊ മൃഗങ്ങൾ പറയാൻ പറ്റുമോ? മൃഗങ്ങൾ ഏതാണ് ലിംഗന്ന്? ഇല്ലല്ലോ. അതുപോലെ തന്നെ എന്താ പറയാ, മടിയർ. മടിയർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് സ്ത്രീകളും വരാം, പുരുഷന്മാരും വരാം അല്ലെ. പക്ഷികൾ അല്ലെ, പക്ഷികൾ എന്താ വരിക അറിയില്ല. നർത്തകർ, നർത്തകർ. പ്രജകൾ. നോക്കൂട്ടാ, പ്രജകൾ പഠിച്ചു വെക്കണം കേട്ടോ എക്സാമ്പിൾ ഒക്കെ, കാരണം എന്തായാലും ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. കഴിഞ്ഞ തവണ LDC മലപ്പുറത്ത് അമ്മമാരാണ് ഉണ്ടായിരുന്നത്, സലിംഗ ബഹുവചനം. ഓക്കെ. നാട്ടുകാർ, നാട്ടുകാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയില്ലല്ലോ. രക്ഷിതാക്കൾ. ധാരാളം എക്സാമ്പിൾസ് നമുക്ക് എഴുതാം കേട്ടോ. മലയാളികൾ, മലയാളികൾ. ഇതെല്ലാം തന്നെ എന്തിൽ വരുന്നതാണ്? അലിംഗ ബഹുവചനത്തിൽ വരുന്നവയാണ്. അപ്പൊ അലിംഗ ബഹുവചനം നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി നന്നായിട്ട് പറഞ്ഞുറപ്പിക്കുക. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പൂജക ബഹുവചനമാണ്. പൂജക ബഹുവചനം എന്ന് കേൾക്കുമ്പോ തന്നെ എല്ലാവർക്കും അറിയാം എന്താണ് പൂജക ബഹുവചനം. ബഹുമാനം കാണിക്കാൻ വേണ്ടി ഏകവചനാർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ബഹുവചനമാണ് പൂജക ബഹുവചനം. അതായത് ബഹുമാനം അല്ലെങ്കിൽ ആദരവ് സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഏകവചന രൂപത്തിൽ ബഹുവചന പ്രത്യയങ്ങളായിട്ടുള്ള അറ്, അതുപോലെ തന്നെ കള്ള്, പിന്നെയോ മാർ, ഇതൊക്കെ എന്താണ്? ബഹുവചന പ്രത്യയങ്ങളാണ്. അള്ള്, അറ്, കള്ള്, മാറ്. ഇതൊക്കെ എന്തിന്റെ കൂടെ ഉപയോഗിക്കും? ബഹുവചനത്തിന്റെ കൂടെ. അതായത് ഏകവചന രൂപത്തില് ബഹുവചന പ്രത്യയങ്ങളായ അറ്, കള്ള്, മാറ് എന്നിവ ഉപയോഗിക്കും. നോക്ക, എക്സാമ്പിൾ നോക്ക. ഗുരുക്കൾ അല്ലെ. അപ്പൊ ഗുരു എന്നുള്ള ആ ഏകവചനത്തിന്റെ കൂടെ കൾ എന്നുള്ള ബഹുവചന പ്രത്യയം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കിയത്? പൂജക ബഹുവചനം. അപ്പൊ ഗുരുക്കൾ, ന്യായാധിപർ, പത്രാധിപർ, നിങ്ങൾ, ധൃതരാഷ്ട്രർ, വൈദ്യർ, താങ്കൾ, ആചാര്യർ, അവർകൾ, സ്വാമികൾ. ക്ലിയർ ആയല്ലോ? ഇനിയും വേണമെങ്കിൽ നമുക്ക് എന്തൊക്കെ പറയാം? ബ്രാഹ്മണർ, ബ്രാഹ്മണർ, ബ്രാഹ്മണർ. അത് എന്താണ്? ബഹുവചനാണ്. അതുപോലെ തന്നെ മീൻസ് ഇങ്ങനെ ഉപയോഗിക്കുന്നതാണ്. ഭീഷ്മർ, ഭീഷ്മർ, വൈദ്യർ, വൈദ്യർ നമ്മൾ പറഞ്ഞു അല്ലെ. പിന്നെയോ ഭാഗവതർ, ഭാഗവതർ. ഇതൊക്കെ പൂജക ബഹുവചനത്തിൽ വരുന്നതാണ് കേട്ടോ. തങ്ങൾ, ക്ലിയർ, തങ്ങൾ. മാരാർ, ഇതൊക്കെ കേൾക്കുമ്പോ കുറെ ആളുണ്ടെന്ന് തോന്നാൻ പാടില്ല. പണിക്കർ, ഓക്കെ, പണിക്കർ. പിന്നെന്താ വരിക? ദീക്ഷിതർ, ദീക്ഷിതർ. ഇനി ഉണ്ടോ? ശാസ്ത്രികൾ. എത്രയാല്ലേ? ശാസ്ത്രികൾ. പിന്നെയോ സ്വാമികൾ നമ്മൾ പറഞ്ഞോ, സ്വാമികൾ പറഞ്ഞു. താങ്കൾ. അപ്പൊ ഇതൊക്കെ തന്നെ എന്താണ്? നോക്കൂ, ബ്രാഹ്മണർ, ഭീഷ്മർ, ഭാഗവതർ, തങ്ങൾ, മാരാർ, പണിക്കർ, ദീക്ഷിതർ, ശാസ്ത്രികൾ, താങ്കൾ, അവർകൾ, സ്വാമികൾ, താങ്കൾ, ആചാര്യർ, ധൃതരാഷ്ട്രർ, വൈദ്യർ, പത്രാധിപർ, നിങ്ങൾ, ന്യായാധിപർ, ഗുരുക്കൾ. എത്ര എക്സാമ്പിൾ വേണമെങ്കിലും നമുക്ക് കണ്ടെത്താൻ പറ്റും. അപ്പോ ഇത്രയും ഭാഗമാണ്, ഇതാണ് പൂജക ബഹുവചനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയും ഭാഗമാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. വളരെ നോക്കൂ, 2 പേജേ ഉള്ളൂ. ചെറിയ ഒരു നോട്ട്ബുക്കിന്റെ 2 പേജില് നമുക്ക് പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. കാരണം 1 മാർക്ക് ഉറപ്പാണ്. അതായത് തെറ്റിപ്പോവാനും ചാൻസ് ഉണ്ട്. കാരണം നമുക്ക് എക്സാം ഹാളിൽ കയറി ഇരിക്കുമ്പോൾ നമുക്ക് തോന്നും സലിംഗാണോ അലിംഗാണോ. പൂജകത്തിൽ കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഇല്ല, എന്നാലും അലിംഗാണോ സലിംഗാണോ എന്നാണ് കൺഫ്യൂഷൻ വരിക. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കുക. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. മാത്രമല്ല 10 ടോപ്പിക്സ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയും കൂടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ടോപ്പിക്കിലെ ഫസ്റ്റ് ടോപ്പിക്കാണ് മീൻസ് വചനം എന്നുള്ള മലയാളം ടോപ്പിക് നമ്മൾ ഒന്നും കൂടി അപ്ലോഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും നന്നായി പഠിക്കാൻ പറ്റട്ടെ. താങ്ക് യു.